രാഹുലെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആകെ മൊത്തത്തിൽ വിലയിരുത്തലുകളുടെ ഒരു പൂരം തന്നെയാണ്. അതിൽ തന്നെ കാസർഗോഡ് LDFന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. LDFന്റെ മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഷാനവാസ് പാദൂർ ആയിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. ഷാനവാസ് പാദൂർ 50,000 വോട്ടുകൾ നേടുമെങ്കിലും BJP ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് LDF വരുമെന്നുമാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് LDFന്റെ വിലയിരുത്തലാണ്. എനിക്ക് തോന്നുന്നില്ല അവിടെ LDF രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലട്ര മാഹിൻ ഹാജിയാണ്. LDFന്റെ ആണെങ്കിൽ ഷാനവാസ് പാദൂരാണ്. അതേപോലെ തന്നെ BJPയുടെ വരുമ്പം അശ്വിനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റവർ 2 പേർ, അതായത് കല്ലട്ര മാഹിൻ ഹാജിയും അതേപോലെ തന്നെ LDFന്റെ കാൻഡിഡേറ്റ് ഷാനവാസ് പാദൂർ, അപ്പോൾ അവർ 2 പേരും ബിസിനസ്മാൻമാരാണ്. സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ കുറച്ചുകൂടെ കരുത്തായിട്ട് നിൽക്കുന്നത് കലക്ടർ മാഹിൻ ഹാജി തന്നെയാണ്. അവിടെ മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് പോകുമെന്ന് തന്നെയാണ് LDFന്റെ വിലയിരുത്തൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഷാനവാസ് പാദൂര് വലിയ രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് UDFന്റെ വോട്ടുകൾ ചോർന്നു പോകും. അവിടെ BJPക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് ബാങ്ക് അവിടെ നിലനിർത്തുകയും UDFന്റെ വോട്ട് ബാങ്കുകൾ LDFിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ UDF രണ്ടാം സ്ഥാനത്തേക്കും BJP ഒന്നാം സ്ഥാനത്തേക്കും പോകാനുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷെ LDFന്റെ കണക്കൂട്ടലനുസരിച്ച് അവിടെ LDF വലിയ രീതിയിലുള്ള മെജോറിറ്റി നേടും. അങ്ങനെ LDF രണ്ടാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് LDFന്റെ കണക്കൂട്ടൽ. പക്ഷേ സ്വാഭാവികമായിട്ടും അത് നമ്മൾ പറയുന്നത് പോലെ തന്നെ BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്നതൊരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് UDF ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകളാണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം UDFന് അനുകൂലമായിട്ടൊരു എക്സിറ്റ് പോൾ ആയിരുന്നു. അവിടെ LDFന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് LDF വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് LDF പറയുന്നത്. പക്ഷേ നമ്മൾ LDFന്റെ ഇപ്പോഴത്തെ ഒരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് നിഴലിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലാ മണ്ഡലങ്ങളെയും അഫക്റ്റ് ചെയ്യും. അത് LDFന്റെ ഒരു ബാധ്യതയായിട്ട് വരും. ഈ LDF പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും അപ്രമാദിത്യം ഉണ്ട് എന്ന് പറയുന്ന കാലം കഴിഞ്ഞുപോയി. കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ LDF ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിച്ഛായ നഷ്ടമുണ്ട്. LDFന് സംഭവിച്ചുള്ള പ്രതിച്ഛായ നഷ്ടം ശബരിമല വിഷയമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പല വിഷയങ്ങളും, ഇപ്പോൾ വിമത സ്ഥാനാർത്ഥികൾ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ പോലും അത്രയും വലിയ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ LDFനെ സംബന്ധിച്ച് LDF വലിയ രീതിയിൽ പ്രചരണം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിത്തട്ടിലുള്ള വോട്ടുകൾ അങ്ങനെയൊന്നും പോകുന്നതല്ല. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത് ഒരു ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചത് UDFന് അനുകൂലമായിട്ടാണ് എന്നാണ് ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഘടകമായിട്ട് വരികയാണെങ്കിൽ അത് കല്ലട്ര മാഹിൻ ഹാജിക്ക് തന്നെയായിരിക്കും ഗുണമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിലയിരുത്തൽ. രാഹുലെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ വരേക്കും ചിത്രത്തിലൊന്നും ഉണ്ടായിരുന്നില്ല BJP. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, കുറച്ച് വോട്ട് പിടിക്കുന്നു, അവർ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു വിജയസാധ്യതയൊന്നും അവർ കണക്ക് കൂട്ടിയിട്ടില്ല. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായം തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന കാരണത്താൽ മറ്റുള്ള പാർട്ടികൾക്ക് വോട്ട് മറിക്കുന്നു എന്നൊരു വിവാദം തന്നെ ഉയർന്നിരുന്നു. പക്ഷെ ഇത്തവണത്തെ ഇലക്ഷനിൽ BJP ഒരു പ്രത്യക്ഷ ശക്തിയായി തന്നെ മാറിയിരിക്കുകയാണ്. കാരണം അവർ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. 5 വർഷത്തിനിടയ്ക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കേരളത്തിൽ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായി പറയപ്പെടുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു പരാജയമല്ലേ അവരിങ്ങനെ ഉയർന്നു വരുവാനുള്ള കാരണം? ഒരിക്കലുമല്ല. അത് കാലഘട്ടം സംഭവിച്ച് അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറേ കാലം LDFും UDFും മാറി ഭരിക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് BJP കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ BJP കൃത്യമായിട്ട് പണിയെടുത്ത് വരുന്നത് കൊണ്ടാണ് 2014 ഒരു സീറ്റ് കിട്ടിയുള്ളൂ. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടി. സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP ഒരു വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ മുസ്ലിം ലീഗിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 63,296 വോട്ടുകളാണ്. അവിടെ BJPക്ക് കിട്ടിയത് 50,395 വോട്ടുകളാണ്. അവിടെ സ്വതന്ത്രനെയായിരുന്നു LDF നിർത്തിയിരുന്നത്.
അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 28,327 വോട്ടുകളാണ്. INL ആയിരുന്നു അവിടെ LDFിന് വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 63,296 വോട്ടുകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അപ്പോൾ BJPക്ക് 50,395 വോട്ടുകൾ. അവിടെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ CPM ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ LDFിന് കിട്ടിയിരുന്ന വോട്ട് ബാങ്ക് LDF ഉയർത്തുമെന്ന് തന്നെയാണ്. അത് എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ള കണക്ക് ഇപ്പോഴും കൃത്യമായും വ്യക്തമായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. LDFിനെ സംബന്ധിച്ച് LDFിന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അതേപോലെ തന്നെ UDFിനാണെങ്കിലും കൃത്യമായിട്ട് കണക്കുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണ് കാസർഗോഡ് BJP സ്ഥാനാർത്ഥി പിടിക്കാൻ പോകുന്നു എന്നുള്ള LDFിൻ്റെ ഒരു കണ്ടെത്തൽ വരുന്നത്. പക്ഷെ 2014 ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നും മുസ്ലിം ലീഗിന് 64,727 വോട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് BJPക്ക് 56,120 വോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ പോയ വോട്ട് എന്ന് പറയുന്നത് LDFിൻ്റെതായിരുന്നു. LDFിന് കിട്ടിയത് 21,615 വോട്ടുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ കാലഘട്ടത്തിലും അവിടെ UDFിന് കൃത്യമായിട്ട് 60,000-ന് മുകളിൽ വോട്ടുകൾ 2-3 ടീമുകളായിട്ട് UDFിനുണ്ട്. അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുമ്പിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJP ഏകദേശം വോട്ട് ഷെയർ അവിടെ ഉയർത്തിയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ എനിക്കൊന്ന് 2011 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 40,000 സംതിങ് വോട്ടുകൾ ഉണ്ടായിരുന്നു BJPക്ക് അവിടെ. പിന്നീട് അത് 56,000-ആയി. പിന്നീട് അത് കുറയുന്ന സാഹചര്യമാണ്, 50,000 കുറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഒരു 56,000 വോട്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ പോകാൻ പോകുന്ന വോട്ട് LDFിൻ്റെ വോട്ടുകളായിരിക്കും BJPക്ക് പോകാൻ പോകുന്നത്. UDFിനും മുസ്ലിം ലീഗിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ 60,000 വോട്ടുകൾ അവിടെ തന്നെ ഉണ്ടാകും. അതിന് വലിയ കോട്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ BJP 1-ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ LDF അത്ര കണ്ട് പുറകിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ മുസ്ലിം ലീഗിനും വലിയ രീതിയിൽ വോട്ട് കുറയേണ്ട ഒരു സാഹചര്യം, എന്നാൽ മാത്രമേ അവിടെ BJP കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അവിടെ UDFും മുസ്ലിം ലീഗും പണിയെടുത്തിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഒന്നും ഒരു കണക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ വിജയ സാധ്യത പറയാനുള്ളൊരു സാഹചര്യങ്ങൾ നിലവിലില്ല. ഇനി വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു, റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ BJP പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അപ്പം നേമം, അതേപോലെ തന്നെ മഞ്ചേശ്വരം, ഇതെല്ലാം BJP കിട്ടുമെന്ന് പറയുന്ന മണ്ഡലങ്ങളാണ്. കഴക്കൂട്ടം, ഇവിടെ എല്ലാം BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ UDF കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരത്താണെങ്കിൽ പോലും BJPക്ക് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ പരിമിതമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നിരീക്ഷിച്ച് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട്, കാരണം BJP വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ BJP വരാൻ പോകുന്നു, ഈ മണ്ഡലത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി അവിടെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല വോട്ട് ബാങ്കുകളും കൃത്യമായിട്ട് UDFിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ UDF അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേമത്താണെങ്കിൽ പോലും, നേമത്താണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു മത്സരം നടന്നത്. കോടാനുകോടി രൂപയുടെ പ്രചരണം നടന്നൊരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹവും അവിടെ നിന്നും വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ പരിമിതമെന്നാണ് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട കാരണം BJP അധികാരത്തിൽ വരരുത്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്തുകളെ പറ്റിയുള്ളൊരു പ്രതിരൂപം അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് ഒരു ന്യൂനപക്ഷ ഏകീകരണമാണെങ്കിലും ഭൂരിപക്ഷ ഏകീകരണമാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് അത് ഇപ്പോൾ നിയമത്താണെങ്കിലും UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ LDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീടും കഴക്കൂട്ടത്ത് V മുരളീധരൻ വിജയിക്കുമെന്നുള്ള പല പ്രസ്ഥാനങ്ങളും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എല്ലാം അട്ടിമറി വിജയത്തിൽ UDF അധികാരത്തിൽ വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രികോണ മത്സരമാണ് നടന്നത്. വോട്ടുകൾ പെട്ടിയിലായിട്ടേ ഉള്ളൂ. പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ എവിടെയെങ്കിലും ട്വിസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന്. അതുവരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF തന്നെയാണ്. BJPക്ക് ഞാൻ കാണുന്നില്ല അത്തരത്തിൽ വലിയൊരു വിജയം, BJP പറയുന്ന രീതിയിലൊരു വിജയം ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നില്ല. കാരണം BJP വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അടിത്തട്ടിൽ വലിയ പണികൾ നടന്നിട്ടുണ്ട്. ആ പണികൾ BJPക്ക് പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.